വരണം വരണം. ഇരിക്കൂ. ആ പറയണം. എന്റെ പേര് ദേവിക എന്ന. ഇത് എന്റെ മുത്തശ്ശന. നാരായണൻ നായർ. എന്താ വേണ്ടത്? നേരിട്ട് വിഷയത്തിലേക്ക് വരാം. ഞങ്ങൾക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്. കൊച്ചുമോളുടെ കല്യാണമാണ്. അതിന് സ്വർണം വാങ്ങണമെങ്കിൽ വായ്പ എടുത്തേ പറ്റൂ. ഇദ്ദേഹം സ്വർണം വാങ്ങാനായിട്ട് പണം കടം കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. കേട്ടത് ശരി തന്നെയാ. സ്വർണം വാങ്ങാൻ ഞാൻ പണം കടം കൊടുക്കാറുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവർക്ക് മാത്രമേ കൊടുക്കൂ. നിങ്ങളെനിക്ക് തീരെ പരിചയമില്ലല്ലോ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്. ഞങ്ങൾ ഈ നാട്ടിൽ പുതിയതാണ്. ഇവിടെ താമസം തുടങ്ങിയിട്ട് കുറച്ചേ ആയുള്ളൂ. പരിചയമില്ലാത്തവർക്ക് പണം തരാൻ പറ്റില്ല. അല്ലെങ്കിൽ പരിചയമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പകരം ഗ്യാരണ്ടി നിൽക്കണം. അതുമല്ലെങ്കിൽ കടം തരുന്ന പണത്തിന് തക്കതായ എന്തെങ്കിലും ജാമ്യം വെക്കണം. ഞാനിവിടെ ശാരദാദേവി മെമ്മോറിയൽ സ്കൂളിലെ ടീച്ചറാ. ആണോ? നമ്മുടെ പൊന്നാരത്തോട്ടത്തുകാരുടെ സ്കൂളല്ലേ അത്? ആ അതെ. അവരറിയോ? അത് കൊള്ളാം. അവരെ ആർക്കാ അറിയാത്തത്? അവരിവിടുത്തെ പ്രമുഖന്മാരല്ലേ. അവരെ എനിക്കറിയാം. അവർക്ക് എന്നെ അറിയാം. അവിടുത്തെ മഹാദേവന്റെയും ജാനകിയുടെയും മകൻ ഇർഷിയാണ് എന്റെ കൊച്ചുമോളെ വിവാഹം ചെയ്യുന്നത്. അതെയോ? എങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതൊക്കെ നേരത്തെ പറയണ്ടേ? പൊന്നാരത്തോട്ടത്തെ ബന്ധുക്കൾക്ക് പണം തരുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പണം എത്ര വേണമെങ്കിലും തരാം. അയ്യോ, അത്രയ്ക്ക് പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. സ്വർണം വാങ്ങാനുള്ള പണം മാത്രം മതി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അത് വീട്ടുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്വല്ലറി ചെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണം സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്നെ വിളിക്കുക. എന്റെ ആള് വന്ന് പേയ്മെന്റ് നടത്തിക്കോളൂ. അതിനുശേഷം ഇവിടെ വന്ന് എഗ്രിമെന്റ് സൈൻ ചെയ്താൽ മതി. ഇതാണ് എന്റെ നമ്പർ. വളരെ ഉപകാരം.